സോ വെൽക്കം ടു എപ്പിസോഡ് 2 ഓഫ് പ്രോഫോം മാസ്റ്ററി. അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് 1 കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് മസ്റ്റായിട്ട് കണ്ടിട്ട് ഈ ഒരു എപ്പിസോഡ് 2 ആണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ നമ്മൾ കവർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പ്രോഫോമിനെ കുറിച്ചാണ്. സോ എങ്ങനെയാണ് പ്രോഫോംസ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു പ്രോഫോം കമ്പനി സെലക്ട് ചെയ്യേണ്ടത്, ആൻഡ് അതിൻ്റെ ചലഞ്ച് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യങ്ങളായിരിക്കും കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. സോ ആ ഒരു റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പിസോഡ് 2 നമ്മൾ കവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ചലഞ്ച് ബൈ ചെയ്യേണ്ടത്, അതായത് ചലഞ്ച് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചലഞ്ച് ബൈ ചെയ്യേണ്ടത്. സോ എപ്പിസോഡ് 1 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന എന്താണ് പ്രോഫോം, എങ്ങനെയാണ് പ്രോഫോം വർക്ക് ചെയ്യുന്നത്, എന്താണ് അവരുടെ ചലഞ്ച് മോഡൽ, ഈ ഒരു കാര്യമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പിസോഡ് 2 നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പ്രോഫോം ചലഞ്ച് ബൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രോഫോംസ് ഉണ്ട്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിലോട്ട് നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രോഫോംസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ നിന്ന് എങ്ങനെയാണ് നല്ലൊരു പ്രോഫോം കമ്പനി സെലക്ട് ചെയ്യേണ്ടത്, ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ എടുത്തിട്ടുള്ള പ്രോഫോം മാച്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രോഫോം മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫോംസിനെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതായത് ഇവിടെയുള്ള പ്രോഫോംസിനെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ടോപ്പിലുള്ള കുറച്ച് പ്രോഫോംസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫണ്ടിങ് പിപ്സ്, ഫണ്ടഡ് നെക്സ്റ്റ്, പിന്നെ ഫൈവേഴ്സ്, അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ടോപ്പ് 3യിലുള്ള പ്രോഫോംസ് നോക്കുവാണെങ്കിൽ ഈ ഒരു 3 പ്രോഫോംസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു ലിസ്റ്റ് നീണ്ടു പോണ ഒരു ലിസ്റ്റാണ്. ഓക്കെ, നമ്മളിപ്പോൾ വ്യൂ ഓളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് പ്രോഫോംസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ അകത്തോട്ടൊന്നും ഒരുപാട് പ്രോഫോംസിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം ഞാനിവിടെ ബേസിക്കലി യൂസ് ചെയ്യണ പ്രോഫോം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണ പ്രോഫോം എപ്പോഴും ഫൈവേഴ്സ് ആണ്. സോ ഫൈവേഴ്സ് സെലക്ട് ചെയ്യാനുള്ള റീസൺ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അവരുടെ റിവ്യൂസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ഇയേഴ്സ് ഇൻ ഓപ്പറേഷൻ, അതായത് ഓൾമോസ്റ്റ് ഒരു 10 ഇയർ ആയിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫൈവേഴ്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇയേഴ്സ് ഇൻ ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 10 ആണ്, അതായത് 10 വർഷമായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ 10 വർഷമായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യണ വേറൊരു പ്രോഫോം നിങ്ങൾ നോക്കുവാണെങ്കിൽ വേറെ ഇല്ല എന്ന് പറയാം. ഓക്കെ, 2016 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ പ്രോഫോം മാച്ചിൽ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4.7 സ്റ്റാർ ഔട്ട് ഓഫ് 5 റേറ്റിംഗ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു 998 റിവ്യൂസും 5 സ്റ്റാർ ആണ്. ഇപ്പോൾ ഇവിടെ റിവ്യൂസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾക്കാർ എന്താണ് അതിനെപ്പറ്റി പറയണം എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ലോഡായിട്ട് നമുക്ക് ട്രസ്റ്റ് പൈലറ്റ് കൂടി ഒന്ന് നോക്കാം. ട്രസ്റ്റ് പൈലറ്റ്, ഓക്കെ, റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 5 സ്റ്റാർ റിവ്യൂസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഓവറോൾ ആൾക്കാർ അതിനെപ്പറ്റി എന്താണ് പറയണം എന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ട്രസ്റ്റ് പൈലറ്റിൽ നമ്മൾ ഫൈവേഴ്സ് നോക്കുവാണെങ്കിൽ ഫൈവേഴ്സ് അല്ല, ശരിക്കും 5% ആണ്. ഓക്കെ, താഴെ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ട്രസ്റ്റ് പൈലറ്റിൽ നോക്കുവാണെങ്കിലും ഒരു 4.7 സ്റ്റാർ റിവ്യൂസ് ഉണ്ട്. ഓക്കെ, ഔട്ട് ഓഫ് 5 ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് ഞാൻ ഫൈവേഴ്സ് സെലക്ട് ചെയ്യാനുള്ള റീസൺ. ഒന്നാവും നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല രീതിയിൽ പേ ഔട്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 2016 തൊട്ട് ഓപ്പറേഷനിലുള്ളൊരു ഫണ്ടിങ് ഫേമാണ്. സോ ഒരു 10 ഇയേഴ്സ് ആയിട്ടുള്ള വേറൊരു ഫേം നോക്കുവാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ, മീൻസ് CFD സ്പേസിൽ, നമ്മുടെ ഫോറക്സ് സ്പേസിൽ. ഫ്യൂച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ ഉണ്ട്, ടോപ്പ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. ബട്ട് ഫോറക്സിലോട്ട് വരുവാണെങ്കിൽ ഫൈവേഴ്സ് ആണ്, അതായത് CFDയിലോട്ട് വരുവാണെങ്കിൽ ഫൈവേഴ്സ് ആണ് ഇത്രയും ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളൊരു എന്താ പറയുക ഫേം നോക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കലി ചൂസ് ചെയ്യുന്നത് ഫൈവേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈവേഴ്സിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറാനുള്ള സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട്ട് കൊടുത്തേക്കാം. സോ ഇതാണ് ബേസിക്കലി ഫൈവേഴ്സിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കി നമുക്ക് കാണാം സിൻസ് 2016 ടേണിങ് യുവർ പാഷൻ ഇൻ യുവർ ട്രേഡിംഗ് കരിയർ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ ചലഞ്ചസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാം. അതായത് എന്തൊക്കെ ടൈപ്പ് ചലഞ്ചസ് ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ CFDs കാണാം, ഫ്യൂച്ചേഴ്സ് കാണാം. സോ ഇത് രണ്ട് സെഗ്മെൻറ്റാണ്. CFDസിലാണ് നമുക്ക് കറൻസി പെയേഴ്സും കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. CFDസിലാണ്. ഫ്യൂച്ചേഴ്സിലോട്ട് പോകുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റാണ്, അതായത് നമ്മുടെ എന്താ പറയുക
CME മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് മാർക്കറ്റാണ്. സോ ഫ്യൂച്ചേഴ്സ് ഒരു വേറെ സെഗ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നവരെല്ലാവരും CFD തന്നെ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ CFD ആണ് നോക്കുന്നത്. CFDയിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ 3 പ്ലാൻ കാണും. ഹൈപ്പർ ഗ്രോത്ത് ഉണ്ട്, ഹൈ സ്റ്റേക്സ് ഉണ്ട്, ബൂട്ട് ക്യാമ്പ് ഉണ്ട്. ഓക്കെ, ഹൈപ്പർ ഗ്രോത്ത്, ഹൈ സ്റ്റേക്സ്, ബൂട്ട് ക്യാമ്പ്. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാം. അതിന് മുന്നേ ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ സ്റ്റേക്സ് ആണ്. അതായത് 2 സ്റ്റെപ്പ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ. സോ ഹൈപ്പർ ഗ്രോത്തിലോട്ട് നോക്കുവാണെങ്കിൽ അത് എന്താ പറയുക, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ ബൂട്ട് ക്യാമ്പിലോട്ട് പോണ സമയത്ത് അത്ര സ്ട്രിക്റ്റ് ആയിരിക്കത്തില്ല. പക്ഷെ ഒരുപാട് ടൈം എടുക്കും അത് പാസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം കൂടുതലാണ്, ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം കുറവാണ്. പക്ഷെ സ്ട്രിക്റ്റ് റൂൾസ് ആണ്. ബെറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള 2 സ്റ്റെപ്പ് ആണ് ഇവിടെ ഏറ്റവും ബെറ്റർ വരുന്നത്. അതായത് ആൾക്കാർ ചൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഈ ഒരു 2 സ്റ്റെപ്പ് മോഡലാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഹൈപ്പർ ഗ്രോത്തും ബൂട്ട് ക്യാമ്പും നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ 2 സ്റ്റെപ്പാണ് ഡിസ്കസ് ചെയ്യണത്. ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയ കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, 2 സ്റ്റെപ്പിലോട്ട് പോവുകയാണെങ്കിൽ ഹൈ സ്റ്റേക്സ്, ഞാൻ ഇന്നലെ അത് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 2.5K തൊട്ട് 100K വരെയുള്ള അക്കൗണ്ട്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് $2,500, $5,000, $10,000, $25,000, $50,000, $1,00,000. ഇത്ര അക്കൗണ്ട് സൈസ് ഉള്ളത്. ഏറ്റവും കുറഞ്ഞ അക്കൗണ്ട് സൈസ് പറഞ്ഞത് 2.5K ആണ് ഏറ്റവും കുറഞ്ഞൊരു അക്കൗണ്ട് സൈസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 2.5Kയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂ ഉണ്ട്, ക്ലാസിക് ഉണ്ട്. ഓക്കെ, സോ ക്ലാസിക്കിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പം ന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ $19 ഉള്ളൂ അതിൻ്റെ കോസ്റ്റ് പറഞ്ഞത്, അതായത് നമ്മൾ ചലഞ്ച് ഫീസ് പറഞ്ഞത്. സോ ഇപ്പോൾ ക്ലാസിക് നോക്കുകയാണെങ്കിൽ ഇവിടെ $22 ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ന്യൂവിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് 1 പ്രോഫിറ്റ് ടാർഗറ്റ് 10% ആണ്. സോ ക്ലാസിക്കിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് 1 പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആണ്. അതായത് ക്ലാസിക്കിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് കുറയും. ഫേസ് 1 മാത്രമേ കുറയത്തുള്ളൂ, ഫേസ് 2 മാറ്റമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു 2% കൂടുതലുണ്ടെന്നല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 2.5K അക്കൗണ്ടിലോട്ട് നോക്കുക. ഇതിൻ്റെ റൂൾസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 2 സ്റ്റെപ്പ് അക്കൗണ്ട്സ് ആണ്. അതായത് ഹൈ സ്റ്റേക്സിലോട്ട് വരുമ്പോൾ 2 സ്റ്റെപ്പ് അക്കൗണ്ട് ആണ്. ഫേസ് 1 നമ്മൾ പാസ്സാണ്, അതായത് സ്റ്റെപ്പ് 1 പാസ്സാണ്, സ്റ്റെപ്പ് 2 പാസ്സാണ്. അതുകൂടെ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫണ്ടഡ് സ്റ്റേജിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ സ്റ്റെപ്പ് 1 നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, മാക്സ് ട്രേഡിംഗ് പീരീഡ്, അതായത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതായത് അൺലിമിറ്റഡ് ടൈമാണ് പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിമം ഒരു 3 ദിവസമെങ്കിലും പ്രോഫിറ്റബിൾ ആയിരിക്കണം. പിന്നെ മാക്സ് ഡെയിലി ലോസ് 5%. അതായത് ഒരു ദിവസം നമുക്ക് മാക്സിമം ലോസ് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ 5%. അതായത് ഇപ്പോൾ 2.5K അക്കൗണ്ടിൽ 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 × 5. ഓക്കെ, അതായത് അത്രയും എമൗണ്ട് ആണ് നമുക്ക് ഒരു ദിവസം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ 25 × 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 25 × 5, ഓക്കെ, ഓൾമോസ്റ്റ് ഒരു $125 ആണ് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, മാക്സിമം ഇവിടെ ലോസ് ചെയ്യാൻ പറ്റണത്. ഓക്കെ, ഒരു ദിവസം നമുക്ക് ഇവിടെ മാക്സിമം ലോസ് ചെയ്യാൻ പറ്റുന്നത് $125 ആണ് ഇപ്പോൾ ഈ ഒരു 2.5K അക്കൗണ്ടിലോട്ട് വരുന്ന സമയത്ത്. പിന്നെ മാക്സ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10%, അതായത് $250 ആണ് നമ്മുടെ മാക്സ് ലോസ്. അതായത് നമ്മുടെ 2,500 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ലോസ് ബാക്ക് ടു വന്നിട്ട് ഒരു $250 ടോട്ടൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിലാവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഓക്കെ, കോസ്റ്റ് വരുന്നത് $19. ഫേസ് 1 വേറെ കോസ്റ്റ്, ഫേസ് 2 വേറെ കോസ്റ്റ് ഒന്നുമില്ല. ടോട്ടൽ ജസ്റ്റ് $19 മാത്രമേ അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ സ്റ്റെപ്പ് 2 പോകണമെങ്കിൽ സെയിം, ട്രേഡിംഗ് ടൈം അൺലിമിറ്റഡ് ആണ്, 3 മിനിമം ട്രേഡിംഗ് ഡേയ്സ് കാണും, ഡെയിലി ലോസ് 5%, മാക്സ് ലോസ് 10%, പ്രോഫിറ്റ് ടാർഗറ്റ് 5%. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഇല്ല, ഫേസ് 1 മാത്രം നമ്മൾ ആ ഒരു എമൗണ്ട് അവിടെ കൊടുത്താൽ മതി. ആൻഡ് പിന്നെ പറഞ്ഞാൽ എന്താണ്, സ്റ്റെപ്പ് 2 കൂടെ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. അതായത് ഫണ്ടഡ് സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ 10% കാണുന്നത് സ്കെയിലിങ്ങിനാണ്. അതായത് നമ്മൾ 10% അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സൈസ് അവിടെ ഇൻക്രീസ് ചെയ്ത് കിട്ടും. ഇപ്പോൾ 2,500 ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, 10% അച്ചീവ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഒന്നുമില്ല. നമ്മൾ മിനിമം $150 തൊട്ട് അവിടെ വിഡ്രോവൽ ഉണ്ട്. അതായത് നമ്മുടെ മിനിമം പ്രോഫിറ്റ് ഒരു $150 ഉണ്ടായി കഴിഞ്ഞാൽ ഏത് അക്കൗണ്ട് സൈസ് ആണെങ്കിലും $150 തൊട്ട് നമുക്ക് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യും.
ഓക്കെ. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അതിൻ്റെ ഒരു 80-100% നോർമലി സ്റ്റാർട്ടിങ് 80% സ്പ്ലിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു $100 നമ്മൾ പ്രോഫിറ്റായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ $80 ആയിരിക്കും നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. ആൻഡ് $20 കമ്പനിയിലോട്ട് പോകും. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചലഞ്ച് വർക്ക് ചെയ്യണത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഹൈ സ്റ്റേക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യണത്, ഞാൻ ട്രേഡ് ചെയ്യണത് ഹൈ സ്റ്റേക്സ് അക്കൗണ്ടാണ്. സോ ബെറ്റർ ആയിട്ടുള്ള അതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യണത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സൈനപ്പ് ചെയ്യണം. സോ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. സോ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇൻ്റർഫേസ് കാണാൻ പറ്റണം. അതായത് ഒരു ഓവർവ്യൂയിലോട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി എൻ്റെ കയ്യിൽ ഒരു 25K അക്കൗണ്ട് ഉണ്ട്. ഹൈ സ്റ്റേക്സ് അക്കൗണ്ടാണ്. 10% തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. ഞാൻ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. മീൻസ് ഒരു 1-2 ദിവസമായിട്ടുള്ളൂ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞാൻ ബേസിക്കലി ഈ ഒരു അക്കൗണ്ടാണ് ഇപ്പോൾ ഇന്നലെ തൊട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇനി എങ്ങനെയാണ് ഈ ചലഞ്ച് ബൈ ചെയ്യണമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ന്യൂ ഓർഡറിലോട്ട് പോവാം. സോ ന്യൂ ഓർഡറിലോട്ട് പോയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ചലഞ്ച് ഉണ്ട്. CFD ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. 2 സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ. നമ്മൾ നോക്കുന്നത് CFD ആണ്. CFDയിലാണ് 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ് ആൻഡ് 3 സ്റ്റെപ്പ് പ്രോഗ്രാംസ് വരുന്നത്. കണ്ടിന്യൂ ടു CFD കൊടുക്കുക. ഓക്കെ. സോ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, and you have reached the maximum number of this program you can purchase. To add another, please complete or deactivate an existing one. Okay. നമ്മളിവിടെ ചെയ്യാൻ പോണത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, $US ആണോ നോക്കുക. ആൻഡ് ഷോ ഡീറ്റെയിൽസ് കൂടെ കിടക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒരു 2.5K ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പിന്നെ നോക്കേണ്ടത് നമ്മുടെ പ്ലാറ്റ്ഫോം. ഇവിടെ 3 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. മെറ്റാ ട്രേഡർ ഉണ്ട്, സി ട്രേഡർ ഉണ്ട്, ട്രേഡിംഗ് ബിറ്റ്. അതായത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം. ഇപ്പോൾ മെറ്റാ ട്രേഡർ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കാശൊന്നും കൊടുക്കണ്ട. മെറ്റാ ട്രേഡർ ആണ് ഞാനും പേഴ്സണലി ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം മെറ്റാ ട്രേഡറാണ്. ഇപ്പോൾ സി ട്രേഡറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു $10 കൊടുക്കണം. സോ ട്രേഡിംഗ് വ്യൂ ഒന്ന് ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ബേസിക്കലി എടുക്കുന്നില്ല. ഞാൻ മെറ്റാ ട്രേഡറാണ് എടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യണ മെറ്റാ ട്രേഡറാണ്. അപ്പോൾ മെറ്റാ ട്രേഡർ തന്നെ സെലക്ട് ചെയ്തിട്ട് നോക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് അക്കൗണ്ട് സൈസ്. ഇവിടെ വന്നിട്ട് 2.5K. നിങ്ങൾ ഏതാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അക്കൗണ്ട് സൈസ് എടുക്കുക. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക് ഉണ്ട്. സോ ക്ലാസിക്കിലോട്ട് പറഞ്ഞ സമയത്ത് ആ ഒരു ചലഞ്ച് ഫീസ് കൂടും. ഓക്കെ. അതായത് അക്കൗണ്ട് സൈസ് കൂടും, സോറി, പ്രോഫിറ്റ് ടാർഗറ്റ് കുറയും, ഫീസ് കൂടും. ഓക്കെ. സോ ഞാൻ ന്യൂ തന്നെ ഇടുവാണ്. 10% തന്നെ എടുക്കട്ടെ. ദ ഹൈ റിവാർഡ് പ്രോഗ്രാം ഫോർ ദ കോൺഫിഡൻറ്റ് ട്രേഡർ. ഇപ്പോൾ വാലുവേഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേജ് 1 അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 10% ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത്. സ്റ്റേജ് 2 5% ആണ് വരുന്നത്. ഇനീഷ്യൽ ബാലൻസ് 2.5Kയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സ് ലോസ് $250, ഡെയിലി ലോസ് 5%, ടൈം ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്. ആൻഡ് ലിവറേജ് പറഞ്ഞാൽ 1:100 ആണ്. ഇപ്പോൾ ഫണ്ടഡ് സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടാർഗറ്റ് 10% ഫോർ സ്കെയിലിംഗ് മാത്രമാണ്. നമ്മൾ മിനിമം $150 തൊട്ട് നമുക്ക് വിഡ്രോവൽ എടുത്ത് തുടങ്ങാം. പിന്നെ ഇനീഷ്യൽ ബാലൻസ് 2.5K, മാക്സ് ലോസ് 250, ഡെയിലി ലോസ് ഒക്കെ സെയിം ആണ്. ഓക്കെ. ആൻഡ് ഇവിടെ ഞാൻ സെലക്ട് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ആൻഡ് പ്രൊസീഡ് ഉണ്ട്. ഇത് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാർട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാർട്ടിലോട്ട് വരുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, കാർട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഹൈ സ്റ്റേക്സ് $19 ആണ് നമ്മുടെ ചിലവ് വരുന്നത്. ആൻഡ് ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്. അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഫസ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5% ഡിസ്കൗണ്ട് കിട്ടും. അതായത് ഈ ഒരു കോഡ് AMFX05 AMFX05 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5% ഓഫ് കിട്ടും. സോ എനിക്കിവിടെ കോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് എൻ്റെ തന്നെ കോഡാണ്. ആൻഡ് ഞാനിവിടെ മൾട്ടിപ്പിൾ ചലഞ്ചസ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടത്തില്ല. അതായത് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ ഒരു 5% ഡിസ്കൗണ്ട് കിട്ടണത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ
ഞാനിവിടെ കൊടുത്തിട്ടുള്ള AMFX05 എന്നുള്ള കോഡ് യൂസ് ചെയ്യുക. സോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5% ഓഫർ കിട്ടും. എൻ്റെ ഇത് എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത്? പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മെയിനായിട്ട് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ക്രിപ്റ്റോ യൂസ് ചെയ്യാം. നിങ്ങൾ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്രിപ്റ്റോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈസി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് യൂസ് ചെയ്യാം. വിസ കാർഡ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് യൂസ് ചെയ്യാം. ഓക്കെ. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം. സോ ശ്രദ്ധിക്കേണ്ട കാര്യം വിസ കാർഡ് ആണെങ്കിലും മാസ്റ്റർ കാർഡ് ആണെങ്കിലും നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ. ഇപ്പം ഞാനിവിടെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വിസ മാസ്റ്റർ കാർഡ് കൊടുക്കുവാണ്. ഐ എഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുക. ചെക്കൗട്ട് $19 കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഇനി നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഓക്കെ. ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കട്ടെ. ആൻഡ് ഓക്കെ. സോ ഞാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുവാണ്. വെയിറ്റ് ചെയ്യാം. സോ നോർമലി ഒരു OTP കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരും. ഓക്കെ. നമ്മൾ ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ ഒരു ഫോൺ നമ്പറിലോട്ടൊരു OTP വന്നിട്ടുണ്ടാവും. ഓക്കെ. OTP വന്നിട്ടുണ്ട്. 065074. ഓക്കെ. കൺഫേം കൊടുക്കാം. യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്ഡ്. വെയിറ്റ് ചെയ്യാം. സെറ്റിംഗ് ദ നമ്പേഴ്സ് കൺഫേം ആയിട്ടുണ്ട്. ക്രിയേറ്റിംഗ് ദ ഡാഷ്ബോർഡ്. ഓക്കെ. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു അക്കൗണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മീൻസ് ആ ഒരു പർച്ചേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ താങ്ക് യു ഫോർ എ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഇൻവോയ്സ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. ഇത് ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 2.5K ഹൈ സ്റ്റേക്സ് അക്കൗണ്ടാണ്. 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് 1 ടാർഗറ്റ് വരുന്നത് 10% ആണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഫേസ് 1 $2,500 നമ്മുടെ അക്കൗണ്ട് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് 2,750 $250 പ്രോഫിറ്റ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യണം ഫേസ് 1 പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ആൻഡ് ഇനി നമ്മളെങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ലോഗിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് MT5 എങ്ങനെയാണ് ലോഗിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 2 രീതിയിലുണ്ടാവും. ഒന്ന് നമ്മുടെ മെയിലിലോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ക്രെഡൻഷ്യൽസ് ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലോ ലാപ്പിലോ, ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യണത് നിങ്ങളുടെ ഫോണിൽ എന്ത് ചെയ്യുക, MT5 ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ. ഫോണിൽ നമ്മുടെ MT5 ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഫോണിൽ അത് ജസ്റ്റ് എങ്ങനെ ലോഗിൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ. ജസ്റ്റ് നമ്മുടെ ഓവർവ്യൂ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2.5K അക്കൗണ്ട് അഗൈൻ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ലോഗിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. സോ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ നമ്മുടെ എന്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നമ്മുടെ MT5 ഡൗൺലോഡ് ചെയ്ത് വെക്കാം. MT5 ഇത് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ജസ്റ്റ് ഇന്നലെ തൊട്ട് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു 25K അക്കൗണ്ടാണ്. സെയിം 5 ഇയേഴ്സിൻ്റെ അക്കൗണ്ട് തന്നെ. ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്യേണ്ടത് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ. അതായത് ഇവിടെ വന്നിട്ട് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ന്യൂ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യേണ്ടത് 5
ജസ്റ്റ് 5 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 5% ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ സെർവർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സെർവറാണ് ആ ഒരു, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പറഞ്ഞ പോലെ സെറ്റിങ്സിൽ വന്നിട്ട് ന്യൂ അക്കൗണ്ടിൽ വന്നിട്ട് ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, iOS ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആപ്പ് സ്റ്റോറിൽ നിന്ന് MT5 ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല. ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുന്നേ ജസ്റ്റ് 5% എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാം 5% ഓൺലൈൻ റിയൽ എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പം എങ്ങനെ ഇതിനകത്ത് ലോഗിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കീ സിമ്പിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്രെഡൻഷ്യൽസ് ഉണ്ട്. അതായത് നമ്മുടെ ലോഗിൻ, നമ്മുടെ പാസ്വേഡ്, ആ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ലോഗിൻ ഇവിടെ വന്നിട്ട് കോപ്പി ചെയ്യുക. ആ ഒരു ലോഗിൻ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇത് ഞാൻ ആ ഫോണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കുറച്ച് പ്രശ്നങ്ങളാണ്. ഇത് പേസ്റ്റ് ആവുന്നുണ്ട്. സോ നിങ്ങൾ മാനുവലി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. ഞാൻ ഇങ്ങനെ ചെയ്യണോണ്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണത്. പാസ്വേഡ് എടുക്കുക, എൻ്റെ പാസ്വേഡും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മുടെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അതായത് $2,500 ബാലൻസ് കാണാം. നമ്മുടെ സെറ്റിങ്സിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം HS1 ഹൈ സ്റ്റേക്സ് 2.5K പേര് കാണാം. 5% ഓൺലൈൻ ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് കണക്ട് ചെയ്യണത്. എന്നിട്ട് ഇത് ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് MT5ൻ്റെ എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് MT5ൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ പ്ലേ സ്റ്റോറിൽ MT5 കിട്ടത്തില്ല. MT5 കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ഗൂഗിളിൽ പോയിട്ട് MetaTrader 5 എന്നൊന്ന് സെർച്ച് ചെയ്യുക. MetaTrader 5 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ MT5ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡിവൈസ് ഏതാണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് APK വേർഷൻ ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ചലഞ്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ആ ഒരു AMFX05 എന്നുള്ള കോഡ് യൂസ് ചെയ്യുക. ആ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ചലഞ്ചിൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ജസ്റ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണത്, എങ്ങനെയാണ് അത് കണക്ട് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യണത്, അല്ലെങ്കിൽ MT5ൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യണത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയാം. ആൻഡ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആൻഡ് 5 ഇയേഴ്സിൽ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു AMFX05 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് എപ്പിസോഡ് 3 കാണാം. ബൈ.